ആദ്യം തന്നെ അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. അത് രാവിലെ ഒരു ഏകദേശം 3:30-4 മണിക്ക് കണി കണ്ടുകൊണ്ടാണ് വിഷു തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പടക്കം പൊട്ടിക്കൽ, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങും. ചില വീട്ടിൽ ആരും കിടന്നുറങ്ങാറില്ല, എന്തായാലും ഞാൻ കിടന്നുറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6-6:30 ആകുമ്പോഴേ എണീക്കുള്ളൂ. എണീറ്റ് കുളിച്ച് ഒരുങ്ങി എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് രണ്ടാമത്. പണ്ട് കൈനീട്ടമൊക്കെ ഇങ്ങോട്ട് കിട്ടിയിരുന്നതായി, ഇപ്പം പിന്നെ അത് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയായി, അതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. അതും കഴിഞ്ഞ് പിന്നെ നേരെ അമ്പലത്തിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് കുറേ പട്ടിഷമൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, കാരണം നമുക്ക് സ്റ്റാറ്റസ് ഇടണമല്ലോ. പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഞാൻ കാര്യമായിട്ട് പ്രിപ്പറേഷനൊന്നും ചെയ്യാറില്ല, കാരണം ഞാൻ അടുക്കളയ്ക്ക് ചെല്ലുമ്പോഴേ അമ്മ പറയും, വേണ്ട, ഇവിടെ അടുക്കള അലങ്കോലപ്പെടുത്തരുത്, എനിക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ, നീ വന്നാൽ ഡബിൾ പണിയാവുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറില്ല. ഉച്ചയ്ക്ക് പിന്നെ നല്ല സദ്യയും കഴിച്ച് പായസം കുടിക്കുന്നതോടെ വിഷു അങ്ങോട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വിഷു ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.